താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികൾ മുംബൈയിലെത്തിയെന്ന് സ്ഥിരീകരിച്ചു. കുട്ടികൾ സലൂണിൽ മുടി മുറിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ഇവർ മുംബൈയിലെത്തിയത് സുഹൃത്തിന്റെ കല്യാണത്തിൽ പങ്കെടുക്കാനാണെന്ന് പറഞ്ഞതായി സലൂൺ ഉടമ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പെൺകുട്ടികൾ റഹീം അസ്ലം എന്ന യുവാവുമായി ഫോണിൽ സംസാരിച്ചതായും സലൂൺ ഉടമ വ്യക്തമാക്കി. താനൂരിൽ നിന്ന് പോലീസ് സംഘം മുംബൈയിലേക്ക് തിരിച്ചു. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളായ ഫാത്തിമ ഷഹദയെയും അശ്വതിയെയും ഇന്നലെ മുതലാണ് കാണാതായത്. അഷ്കർ അലിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഷ്കർ, കുട്ടികൾ മുംബൈയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരിച്ച ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. അത് കൂടാതെ മറ്റെന്തെങ്കിലും വിവരം റഹീം അസ്ലമിൽ നിന്നോ മറ്റോ ലഭിച്ചിട്ടുണ്ടോ? ഏറ്റവും പുതിയതെന്ന് പറയാവുന്ന എന്ത് വിവരമാണ് ഈ മണിക്കൂറിൽ പങ്കുവെക്കാനുള്ളത്? അപർണ, ഏറ്റവും പ്രധാനമായി ഉയർന്നിരുന്ന ചോദ്യം ഈ റഹീം അസ്ലമും ഈ പെൺകുട്ടികളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നതടക്കമുള്ള കാര്യമാണ്. അതിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് വ്യക്തത വരുത്തുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴിയാണ്, അഥവാ എടവണ്ണ സ്വദേശിയായിട്ടുള്ള റഹീം അസ്ലമും അതുപോലെ തന്നെ താനൂർ സ്വദേശികളായ ഈ പെൺകുട്ടികളും തമ്മിൽ ഇൻസ്റ്റാഗ്രാം വഴിയാണ് സൗഹൃദം സ്ഥാപിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്ടേക്കാണ് റഹീം അസ്ലമിനെ വിളിച്ചു വരുത്തുന്നത്. പരീക്ഷയ്ക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ പെൺകുട്ടികൾ അവിടെ നിന്നും വസ്ത്രം മാറി തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയും പിന്നീട് അവിടെ നിന്ന് ട്രെയിൻ കയറി കോഴിക്കോട്ടേക്ക് എത്തുകയും ചെയ്തു. കോഴിക്കോട് വെച്ച് ഈ റഹീം അസ്ലമും ഈ രണ്ടുപേരും പെൺകുട്ടികളും അടക്കം 3 പേരും ഒരുമിച്ചാണ് ട്രെയിൻ കയറിയത്. അവർ നേരെ പോയത് മുംബൈയിലെ പനവേൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. പനവേൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ 3 പേരും ഒരുമിച്ച് പിന്നീട് അവിടെ നിന്നും ലോക്കൽ ട്രെയിനാണ് ഉപയോഗിച്ചത്. ലോക്കൽ ട്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് നേരെ തൊട്ടടുത്തുള്ള മുംബൈയിൽ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളൊന്നായിട്ടുള്ള ഛത്രപതി ശിവജിയുടെ പേരിലുള്ള CST റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഈ CST റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അവർ 3 പേരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് പെൺകുട്ടികൾ ഒരു ഭാഗത്തേക്കും ഈ യുവാവ് ഒരു ഭാഗത്തേക്കും പിരിഞ്ഞു എന്നാണ് പോലീസിന് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം. പക്ഷേ പിന്നീട് സലൂണിലെത്തി മുടി വെട്ടിയ ശേഷം അവിടെയുള്ള ലൂസി എന്ന് പറയുന്ന നേരത്തെ റിപ്പോർട്ടറോട് സംസാരിച്ച ജീവനക്കാരിയുമായി ആ ജീവനക്കാരുടെ മൊബൈലിൽ നിന്നും ഈ പെൺകുട്ടികൾ വീണ്ടും റഹീമിനെ ബന്ധപ്പെട്ടിരുന്നു. അതാണ് ഏറ്റവും അവസാനമായി റഹീമും പെൺകുട്ടികളും തമ്മിലുള്ള സംസാരം ഉണ്ടായിരിക്കും. പിന്നീട് 2 വിഭാഗം 2 ഭാഗത്തേക്കായി പിരിയുകയായിരുന്നു. റഹീം പറയുന്നത് അവിടെ മുംബൈയിൽ സുരക്ഷിതമായി എത്തിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങാനായിരുന്നു താൻ ഉദ്ദേശിച്ചത്. അങ്ങനെ താൻ നാട്ടിലേക്ക് മടങ്ങി വരികയാണ് എന്നുള്ള ഒരു വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ആ കാര്യത്തിൽ പോലീസ് തിരിച്ച് മുംബൈയിലേക്ക് തന്നെ പോകാൻ റഹീമിനോട് പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു. പോയി പെൺകുട്ടികളെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ തെരച്ചിലിനെ സഹായിക്കുക എന്നുള്ള നിർദ്ദേശമാണ് പോലീസ് നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ റഹീം ഇപ്പോൾ വീണ്ടും തിരിച്ച് മുംബൈയിലേക്ക് തന്നെ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അല്പസമയത്തിനകം തന്നെ താനൂരിൽ നിന്നുള്ള പോലീസ് സംഘം ഇത്തരത്തിൽ പെൺകുട്ടികളെ കണ്ടെത്തുന്നതിന് ആവശ്യമായി മുംബൈയിലേക്ക് തിരിക്കുകയും ചെയ്യും. രാവിലെ 6 മണിയോടെ നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വിമാനത്തിലാണ് താനൂരിൽ നിന്നുള്ള SI അടക്കമുള്ള പോലീസ് സംഘം മുംബൈയിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്യും. നിലവിൽ തന്നെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി മുംബൈയിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുകയും ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട കേസിന്റെ വിശദാംശങ്ങൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്.